തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി 90% പൂർത്തിയായി കഴിഞ്ഞിട്ടും അവശേഷിക്കുന്ന പ്രവൃത്തികളുടെ തടസ്സം നീക്കാൻ കഴിയാത്തത് പഞ്ചായത്ത് ഭരണാധികാരികളുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ബിജെപി തില്ലങ്കേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തില്ലങ്കേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. തില്ലങ്കേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജൽജീവൻ പദ്ധതി നമ്മുടെ മോഡി സർക്കാരിൻ്റെ ഏറ്റവും ആകർഷണീയമായ പദ്ധതികളിലൊന്നായിട്ടുള്ള ജൽജീവൻ പദ്ധതി, ആ പദ്ധതി രാജ്യത്തെമ്പാടും വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എത്രയോ പാവപ്പെട്ട ആളുകളുടെ വീട്ടിൻ്റെ മുമ്പിൽ ടാപ്പിൽ കൂടി കണക്ഷൻ കിട്ടി അവർ കുടിവെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ തില്ലങ്കേരി പഞ്ചായത്തിലെ അവസ്ഥ കാണുന്ന സമയത്ത് ഇവിടെ ഭരിക്കുന്ന ആളുകൾ, പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ആളുകൾ ജനതാൽപര്യത്തിന് വേണ്ടി തന്നെയാണോ ഇവിടെ നിൽക്കുന്നത്, അല്ല അലവൻസ് മാത്രം വാങ്ങിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള മെമ്പർമാരാണോ ഈ ഭരണസമിതിയിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. തുടർന്ന് നടന്ന ധർണ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയൻ വട്ടിപ്രം ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കേന്ദ്ര പദ്ധതികളെല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ജൽജീവൻ മിഷൻ പദ്ധതി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കി മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം 2024 ഈ വർഷമാണ് ഈ പദ്ധതി അവസാനിക്കുന്നത്. പക്ഷെ കേരളം ഈ പദ്ധതി തുടങ്ങാൻ തന്നെ വൈകി. പക്ഷെ തുടങ്ങിയിടത്തുള്ള ഒക്കെ തന്നെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. MV ശ്രീധരൻ അധ്യക്ഷനായി. ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം VV ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ N മനോജ്, ആനന്ദവല്ലി, മറ്റ് നേതാക്കളായ M ബാബു, അക്ഷയ് തില്ലങ്കേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.